ടെസ്റ്റിന്റെ റിസൾട്ട് പോലെ ആയിരിക്കും കേട്ടോ നമ്മളെ പോക്കിന്റെ ഫലം. തുറക്കി നമ്മള് ഇസൂനെ ഇവിടെ വെച്ചിട്ടാട്ടോ പോണേ. കാരണം ഇസൂനെ അവിടെ കൊണ്ടേണ്ട ആവശ്യമില്ല, കൊണ്ടാനും പാടില്ല. ഷാനുവിന്റെ ടൈമിലാട്ടോ ഇസു ഒറ്റക്ക് നിൽക്കല്ല. ഷാനു ഷർട്ട് ഇട്ടിട്ടില്ല, അവിടെയാണ് മാറി നിന്നാണ്. ഇസോ ടാറ്റ, പോയിട്ട് വരാട്ടോ. അബ്ബ പോയിട്ട് വരാം. അബ്ബ ഇമ്മി അബ്ബാന്നട്ടോ. ഇപ്പൊ ഇസു നമ്മളെ എന്നെ വിളിക്കല് ഞാനിട്ടതാണ്. അബ്ബാന്ന് വിളിച്ചാ മതി. കാരണം ഷോനോട് വിളിക്കുന്നില്ല അല്ലേ ജിന? ശരി, വിളിച്ചോളൂ. അപ്പം നമ്മള് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഞാനും ജിനും. കാരണം നമ്മള് എയർപോർട്ടിൽ കയറുന്നതിന്റെ മുന്നേ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ, RT-PCR തന്നെയാണ്. അപ്പൊ ആ ടെസ്റ്റ് ആദ്യം ഇവിടുന്ന് ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തെ ടെസ്റ്റാണ് അതിന്റെ ഉള്ളിൽ കേട്ടോ. 2 ടെസ്റ്റ് ഉണ്ട് ശരിക്കും ഇവിടെ. അപ്പൊ ആകെ പേടിയിലാണ് കേട്ടോ പോണത്. കാരണം ഇന്ന് രാവിലെ ഒക്കെ അല്ലേ ജിന്റെ പണി? രാവിലെ ഇന്നലൊക്കെ ഭയങ്കര പനി ജിനു, ഒരു രക്ഷയില്ലാത്ത പനി. എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും കൊറേ ചുക്കാപ്പി കൊടുത്ത്, ആവി എടുപ്പിച്ച്, മരുന്ന് കൊടുത്ത്, എല്ലാം കൊണ്ടൊരു കളി. അങ്ങനെ രാത്രി ആയപ്പോ കുറച്ചൊരു ആക്കുണ്ടായി പനി. പിന്നെ നോക്കിയപ്പോ ഉണ്ട് പിറ്റേ ദിവസം രാവിലെ പനിയില്ല. രാവിലെ അടുക്കളയൊക്കെ ഇറങ്ങി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോ വന്ന് എനിക്കൊന്നും പനി വരുന്നുണ്ട് പറഞ്ഞ് ഇതിന് ഞാൻ എന്തൊക്കെ മരുന്നൊക്കെ കൊടുത്ത്, ചുക്കാപ്പി എല്ലാം കൊടുത്തിട്ടുണ്ട്. ചുക്കാപ്പി നല്ലൊരു സാധനമാണ്, പനിയെല്ലാം ആക്കണ്ട്. പക്ഷെ ഇനിയിപ്പോ എന്ത് പനി എന്നും അറിയില്ല. നമ്മളിപ്പോ കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഏതായാലും ജിനോ എന്താ പറയുള്ളത്? അല്ലല്ല അല്ലേ, നമ്മളത്രക്കും ആശിച്ച് പോകാൻ വിചാരിച്ച സ്ഥലത്തേക്കാണ് നമ്മള് അല്ലേ. ഇങ്ങനെ ഒരു തുടക്കത്തില് ഒരു കണ്ണുകടി. ഇപ്പൊ എന്താന്ന് അറിയില്ല. ഏതായാലും പഠിച്ചോൻ വിരിച്ചുണ്ടാവും അല്ലേ, അതിലേക്ക് എത്തിക്കട്ടെ. നമ്മള് ടെസ്റ്റ് ചെയ്യാൻ ലാബിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ എയർപോർട്ട് റോഡിന്റെ അടുത്തുള്ള ഒരു ലാബാണ്, അവിടെയാണ് പോണത്. അപ്പൊ അതാ രണ്ടാളും കരഞ്ഞൊക്കെ വന്നിരിക്കുന്നു അതിന്റെ ഉള്ളിന്ന്. ഇന്റെ ഒരു കണ്ടെന്നാട്ടോ വെള്ളം വന്നേ, ഒരു ഈ മുക്കിലായിട്ട്. എന്റെ ഏത് മുക്കിലായിട്ട്? അപ്പൊ ഇവിടെ നല്ല വെള്ളം വന്നേ. ഈ കണ്ടെന്ന് വെള്ളം വന്നില്ല ഉണ്ടല്ലോ. ഇന്റെ വെള്ളം വന്നു ഇവിടെ. ചില ടൈമില് 2 മൂക്കിലിട്ടോക്കല്ല, അപ്പൊ ഭയങ്കര അടങ്ങാറാണ്. ഭാഗ്യത്തിന് ഒരു മൂക്കിലിട്ടിട്ടുള്ളൂ. ഇനിയിപ്പോ നാളെ രാവിലെ റിസൾട്ട് വരും 8 മണിക്ക് പറഞ്ഞത്. പോയി നോക്കാം അല്ലേ. അപ്പൊ ഇതാ ഇന്നാണ് ടെസ്റ്റിന്റെ റിസൾട്ട് തരാന്ന് പറഞ്ഞ ദിവസം കേട്ടോ. അപ്പൊ ഇന്നലായിരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്ത്. ഇപ്പൊ രാവിലെ 8 മണി ആവാറായി. ഫോണിലേക്കൊക്കെ അയക്കാൻ മതിയാവും, പക്ഷെ എനിക്ക് അതിനുള്ള ക്ഷമല്ല. ഞാൻ പെട്ടെന്ന് പോയി നോക്കുകയാണ്. ഞാൻ അവിടെ പോയി നോക്കുകയാണ് അതിനൊന്ന്. ഇതുവരെ ഫോണിലേക്ക് അവർ അയച്ചിട്ടില്ല. സാധാരണ അയക്കാറുണ്ട് ഫോണിലേക്ക്, പക്ഷെ കാണാത്തതുകൊണ്ട് ഞാൻ പോയി നോക്കുകയാണ് കേട്ടോ. നമ്മള് കയ്യോടെ അങ്ങോട്ട് വാങ്ങാൻ വിചാരിച്ചു റിസൾട്ട് എന്തായാലും. ഏതായാലും ഈ ടെസ്റ്റിന്റെ റിസൾട്ട് പോലെ ആയിരിക്കും കേട്ടോ നമ്മളെ പോക്കിന്റെ ഫലം. ഏതായാലും നല്ലൊരു റിസൾട്ട് ആവട്ടെ. അല്ലാ അൽഹംദുലില്ലാ കിട്ടി. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് കാര്യം പിടി കിട്ടിയിട്ടുണ്ടാവും റിസൾട്ട് എന്താന്ന്. ഞാൻ ആകെ ഈ സാധനം കയ്യിൽ കിട്ടുമ്പോൾ പേടിച്ച് എന്തായിരിക്കും ഇതിന്റെ റിസൾട്ട് എന്ന്. സംഭവം രണ്ടാക്കും നെഗറ്റീവ് കേട്ടോ. നമ്മള് പേടിച്ച മാതിരി ഒന്നും ഇല്ല. ഇനിയിപ്പോ എന്താണോ പനി തോന്നുന്നു, ഇനിയിപ്പോ സാധാ പനി ആയിരിക്കും, പറയാൻ പറ്റൂല. രണ്ടാക്കും നെഗറ്റീവാണ്. ജിനുവിനൊക്കെ ഭയങ്കര പനിയായിരുന്നു ഇന്നലെ മിനിയാന്നൊക്കെ. അപ്പോ കൊറോണ അല്ല, സാധാ പനിയായിരിക്കും. ഏതായാലും സമാധാനായി. ഇനിയിപ്പം ജിനുവിനൊന്ന് പേടിപ്പിക്കണം. ഇപ്പോൾ ആകെ പേടിച്ചിരിക്കുകയാണ്. ഞാന് താഴത്തേക്കൊന്നും ഇറങ്ങണ്ടെന്ന്, ഇപ്പൊ കിച്ചണിൽ ഇറങ്ങണ്ട, നമുക്ക് ഇതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് ഇറങ്ങാന്നൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. അങ്ങനെ അവിടെ ഇരുത്തി പോകുന്നതാണ് ഞാൻ റൂമില്. ഏതായാലും വിളിച്ചോക്കട്ടോ. കോൾ ചെയ്യണം കേട്ടോ ജിനുവിന്. ഇത് വേറെ നമ്പറാണ്, മറ്റേ
എടുക്കുന്നില്ല, എന്താ അറിയില്ല. ഹലോ, ഈ ഇറങ്ങിയില്ലല്ലോ അടിക്ക്? അടിക്ക് ഇറങ്ങിയില്ലല്ലോ? ഇറങ്ങല്ലോ കേട്ടോ, ഞാനിപ്പോ അവിടെ വരാം. റിസൾട്ട് കിട്ടീന്. കട്ടാക്കി എന്തായാലും നേരിട്ട് കയ്യിൽ കൊണ്ടുകൊടുക്കാം. കാരണം അത്രക്കും പേടിച്ചിന് ജീനു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ കട്ടാക്കിയോണ്ട് ഭയങ്കര പേടി ഉണ്ടാവും. ഞാനും പോയി നോക്കട്ടെ. ജീനു നിൽക്കാതെ ഫോണിലേക്ക് അടിക്കുന്നു കേട്ടോ. ഞാൻ എടുത്തിട്ടില്ല, നേരെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാം. ഇപ്പൊ എത്തും. ഇവിടെ അടുത്ത് തന്നെയാണ്, നമ്മളെ എയർപോർട്ട് റോഡിന്റെ അവിടെയാണ് കേട്ടോ ഈ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമുള്ള. അപ്പോ ഇനിയിപ്പോ ഒരു ടെസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. ഈ ടെസ്റ്റ് അല്ലല്ലോ, ഇനി എയർപോർട്ടിന്റെ ഉള്ളിലുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അതുപോലെ നല്ല രീതിക്ക് കഴിഞ്ഞിട്ടെ. ഏതായാലും ചെറിയ ജലദോഷം ഇതൊക്കെ ഉണ്ടാവും. ഇനി മാറ്റിയെടുക്കണം ഇന്നത്തോടു കൂടി. നല്ല ആവി ഇതൊക്കെ പിടിപ്പിച്ചിട്ട് എന്റെ ചുമ മാറിയില്ലല്ലേ? നീ ഇനി പുറത്തേക്ക് ഇറങ്ങണ്ട കേട്ടോ. പിന്നെ ഒന്ന് റെസ്റ്റ്. റിസൾട്ട് എന്തായിരിക്കും പറയാദ്യോ? എന്താ ഇത്ര ഉറപ്പിച്ച് പറയണ്? ഇങ്ങനെ നെഗറ്റീവ് ഇവിടെ തപ്പി വെക്കാറല്ലേ? ഞാനും കൊറേ തപ്പീനി. അതല്ല നെഗറ്റീവാ. കുട്ടാ ഫോൺമ കളിക്ക. നെഗറ്റീവ് ഇവിടെ ഇടൂ. ആ നെഗറ്റീവ് ഞാനും കിട്ടിയപ്പോ ഒന്ന് പേടിച്ചിരുന്നു. ഇത് നെഗറ്റീവ് കാണുന്നില്ല അതിന്റെ. ഏതായാലും അൽഹംദുലില്ലാ. ഇനിയിപ്പോ എന്റെ ജലദോഷം മാറ്റി എടുക്കട്ടോ. നല്ല ആവി പിടിച്ചിട്ട് ഇനി അതിന്റെ ഉള്ളിൽ നിന്നൊരു ടെസ്റ്റ് വരാനുണ്ട്. ഈ പോവാൻ നേരത്തെ തന്നെ എന്റെ എല്ലാ സംഭവം ഉള്ളത്. ഇശുകുട്ടനെ ചുമന്റെ നല്ല നാടൻ മരുന്നുകൾ എന്തെല്ലാം ഉണ്ട്. ഒക്കെ ചുക്കാപ്പിയൊക്കെ കുടിച്ചു കൊടുക്കും. ഇതാണ് ഉള്ള അവസ്ഥ. ചുമ, ജലദോഷം. ഏതായാലും അല്ല, നമ്മള് കൊറേ പേടിച്ചു പോയില്ലേ ജിനോ? അത്രക്കും ആശിച്ച് നമ്മള് പോവാൻ നിന്നൊരു അല്ലേ ജിനോ? എനിക്കതല്ല, ജിനുവിനാണ് ഭയങ്കര ആഗ്രഹം കേട്ടോ. നീ ബാക്കിയുള്ളവരൊന്നും പേടിപ്പിക്കല്ല. ബാക്കിയുള്ളവർക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ പേടിപ്പിക്കൂല, കാണിച്ചു കൊടുക്കുമ്പോ ഒരു നെട്ടലാണല്ലോ. അതിപ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ബേജാറാക്കാന്. എന്നോട് തുറക്കാനല്ലോ പറഞ്ഞിട്ടുള്ളൂ. വൈറസോ? അമ്മ എന്ത് അതിനോട് നെഗറ്റീവ് അതില് കണ്ടുപിടിക്കല് നെഗറ്റീവ് ഇവിടെ ഇല്ല. നെഗറ്റീവ് അതെ, ഇത് തപ്പ കുറച്ച പണിയാണ്. നെഗറ്റീവ് ഇനിയൊരു ടെസ്റ്റും കൂടി ഉണ്ട് എയർപോർട്ടിന്റെ ഉള്ളില്. അപ്പൊ ഇതിനുള്ള ജലദോഷം മാറ്റിയെടുക്കണം എന്ന് പറയാം. ആണല്ലേ? ഇതാ വരുന്നു നിങ്ങളുടെ മരുമകൾ. കിച്ചണിലൊക്കെ ഇറങ്ങാതെ ഒന്ന് റെഡി ആയി നിക്കേന് ലീവ് എടുക്കാന്. ആയിക്കോട്ടെ. നെഗറ്റീവ് പോസിറ്റീവ് വരെ കാണില്ലേ? കണ്ണാണല്ലോ ബേജാറായിട്ട്. ഇമ്മച്ചിന്റെ ഒത്തു പണി വന്നാലേ. അപ്പം ഇനി നെക്സ്റ്റ് വ്ളോഗുമായിട്ട് കാണാട്ടോ. ഇനിയിപ്പോ ഒരുപാട് പാക്കിംഗ് ഉണ്ട് അല്ലെ, ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ. എല്ലാം നിർത്തിച്ചായി ഇവളെ ഈ കാരണത്താല് ആകെ നമ്മളെ താളം തെറ്റി മനസ്സിന്റെ. ഇനിയിപ്പോ പാക്കൊക്കെ ഇപ്പോഴേ ചെയ്തൊക്കെ ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഒക്കെ നിർത്തി വെച്ചതാണ്. അപ്പൊ ഇനി വരുന്നു ഈ സൂട്ടന്. അപ്പൊ നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. എല്ലാവരും വെയിറ്റിംഗിൽ ഇരിക്കട്ടോ. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുക. ഓക്കെ, അടിപൊളി വ്ളോഗ്സ് വരുന്നുണ്ട്. വെച്ചപ്പോ തന്നെ ഏകദേശം ആയല്ലേ. ഇത് സമ്പത്തിൽ ഇത് ഹാൻഡ് ബാഗ് ആക്കി ഇത് കൂട്ടാൻ പറ്റുള്ളൂ. ഹാൻഡ് ബാഗിന്റെ വെയിറ്റ് ആണ് ഇതൊക്കെ. ഇമ്മ വിളിച്ചിനോ?